ഹലോ, വെൽക്കം ബാക്ക് ടു റസാജു ഡ്രീംസ്. ഒരു പൂരം കാണാൻ വേണ്ടി പോയ ഒരു അനുഭവമാണ് പറയുന്നത്. ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ പൂരമാണ്. അമ്പലത്തിന് ഉള്ളിലോട്ടൊന്നും കയറിയില്ല. അമ്പലത്തിന് സൈഡിലാണല്ലോ വരുന്നത്. ചെണ്ടമേളവും എല്ലാം ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തിട്ട് തിരിച്ചു പോകും. അപ്പോൾ അത് ആ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണും. അവിടെ ഒരു ചില ആളുണ്ടായിരുന്നു. ആൽമരത്തിൽ കയറിയ ആടിയതൊക്കെയാണ് കാണുന്നത്. പഴയ കാലത്ത് നൊസ്റ്റാൾജിയാണ്. ആൽമരത്തിൽ തൂങ്ങി ആടുക എന്നൊക്കെ ഇപ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ ആടാറുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും കുട്ടികൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു അത്. ചെണ്ടമേളത്തേക്കാൾ കൂടെ ആൽമരത്തിൽ ആണ് കുറച്ച് നേരം തൂങ്ങി ആടിയത്. അതിനുശേഷം ഞങ്ങൾ ആനനെ കാണാൻ വേണ്ടി ആനയുടെ അടുത്തേക്ക് പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആനകളുടെ അടുത്തെത്തി. ആദ്യം ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കും. അവിടെ ചെണ്ടമേളയൊക്കെ തുടങ്ങി ഈ കുടമാറ്റമൊക്കെ ജസ്റ്റ് കഴിഞ്ഞിട്ടാണ് ആനകൾ പന്തലിലേക്ക് വരുന്നത്. പന്തൽ വന്ന് നിരന്ന് നിൽക്കും. ഇത് 9 ആന ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലൊരു ആനയ്ക്ക് എന്തോ അസ്വസ്ഥ്യം ഉണ്ടായിട്ട് അവരെ ആനനെ അവിടുന്ന് മാറ്റുകയൊക്കെ ചെയ്തു. എങ്കിലും ആനകളെല്ലാം കൂടെ നടന്ന് ഇപ്പോഴത്തെ ആ ഒരു കെട്ടി വെച്ചിരിക്കുന്നവരോട് വരുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാട്ടോ. പ്രത്യേക ഒരു ഇതാണ്. ഭയങ്കര പൊടിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഈ അമ്പലം കണ്ടിട്ട് ഏത് അമ്പലമാണെന്ന് ഗസ് ചെയ്യും കേട്ടോ നിങ്ങൾ. അപ്പോൾ ഒക്കെ അങ്ങനെ നല്ലൊരു വൈബായിരുന്നു. പൂരമൊക്കെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് പൂരം കാണാൻ നമ്മളിങ്ങനെ പോകുമ്പോൾ ആന അടുത്ത് നിൽക്കുന്നതൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.